കാരണം നമ്മുടെ വിവേകും അഭിയും ഇനി കൊടും ശത്രുക്കൾ. അതേ പ്രേക്ഷകർ, ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വിവേകാണ് ഈ ഒരു കാര്യം ഡോക്ടറോട് ആവശ്യപ്പെട്ടതെന്ന് ഡോക്ടർ വന്ന് നേരിട്ട് അഭിയോട് പറയുന്നുണ്ട്. ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ അനഘയ്ക്കും വിവേകിനും എങ്ങനെയും പണി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മുടെ ഡോക്ടർ നേരിട്ട് വന്ന് അഭിയോട് പറയുന്നുണ്ട്, ഈ വിവേകാണ് കൃഷ്ണേട്ടനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഞാൻ കേട്ടതാ. ദേ ഇവൻ ഈ പയ്യൻ ഈ വെന്റിലേറ്ററിന്റെ എല്ലാ ഫീസും അടച്ചതിന്റെ രസീത് എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അഭി വന്ന് നമ്മുടെ വിവേകിനടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ, ഈ ബില്ലടച്ചിരിക്കുന്നത് നീ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിവേക് അതെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ അഭി നമ്മുടെ വിവേകിന് കുറെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാനൊരു കൂടപ്പിറപ്പിനെ പോലെയാടാ കണ്ടത്, നീ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലടോ. ഒരു വിവാഹമാണോ നിനക്ക് വലുത്, ഒരു ജീവനയിലും വലുത് അതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ വിവേകിനെ കൊങ്ങൊക്കെ പിടിക്കുന്നു, കോളറിന് കുത്തിപ്പിടിക്കുന്നു. ലാസ്റ്റ് നമ്മുടെ അച്ഛനും അമൃതയൊക്കെ കൂടിയായിട്ട് നമ്മുടെ വിവേകിനെ അഭിയിൽ നിന്നും ഒഴിച്ചു മാറ്റിയത്. അങ്ങനത്തെ കുറച്ച് ഭയങ്കര സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ ഇനി അഭിയും വിവേകും ഇക്കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ വിവേകാണ് ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമ്മുടെ അനഘയും അറിയുന്നുണ്ട്. അപ്പൊ അനഘയും ആകപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്, വിവേക് എന്തിനിങ്ങനെ ചെയ്തു എന്ന് നമ്മുടെ അനഘ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കാര്യം ഏകദേശം പരങ്ങലിലാക്കിയിട്ടുണ്ട് നമ്മുടെ ഡോക്ടറും കലാവതിയും ചേർന്ന്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.